കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുനർനിർമ്മിച്ച ചിറക്കൽ പാലം നാടിന് സമർപ്പിച്ചു. നാട്ടികയിൽ വെച്ച് വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയ ബസ് കണ്ടക്ടർ അറസ്റ്റിൽ. പെരിഞ്ഞനം കൊറ്റംകുളത്ത് ക്ഷേത്രത്തിൽ മോഷണം. 1 പവൻ സ്വർണത്താലിയും ഭണ്ണാരങ്ങളും കവർന്നു. വാർത്തകൾ വിശദമായി. തൃപ്രയാർ ചേർപ്പ് സംസ്ഥാന പാതയിലെ ചിറക്കൽ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ബുധനാഴ്ച രാവിലെ 8 മണിയോടെ CC മുകുന്ദൻ MLA യുടെ നേതൃത്വത്തിലാണ് പാലം തുറന്നുകൊടുത്തത്. നാട്ടിക നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായൊരു ദിവസമാണ് എന്നുള്ളത്. ആ അത്ഭുതകരമായ ദിവസത്തിനെ സംബന്ധിച്ച് ഓരോരുത്തർക്കും അറിയാം. പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ഒരുമയോടെ ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ പാലത്തിൻ്റെ പ്രവർത്തനം നടത്താനുള്ള എല്ലാ നാട്ടുകാരെയും, വേറെ വ്യത്യാസമായ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ നാട്ടുകാരും ഒരുമയോടെ നമ്മുടെ ഈ പ്രവർത്തനം എല്ലാവരോടെയും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ പാലത്തിൻ്റെ പ്രവർത്തനം നമ്മളെ തുറന്നു കൊടുക്കുന്ന ഒരു ദിവസത്തിന് അഭിമാനത്തോടെ എല്ലാവരും ഞാൻ സാക്ഷി നിർത്തിക്കൊണ്ട് ഇത് തുറന്നു കൊടുക്കാനുള്ള പ്രഖ്യാപനം. ശോചനീയാവസ്ഥയിലായിരുന്ന പാലം 90 ദിവസം മുഴുവനായി ഗതാഗത സൗകര്യമില്ലാതെ അടച്ചിട്ടാണ് നിർമ്മിച്ചത്. 5,30,00,000 രൂപയാണ് ആകെ നിർമ്മാണ ചെലവ്. ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് നിർമ്മാണം പൂർത്തിയായ ഉടനെ തന്നെ പാലം തുറന്നതെന്നും പാലത്തിന് മുകളിൽ കോൺക്രീറ്റ്, ടൈലിംഗ് തുടങ്ങിയ ജോലികൾ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുമെന്നും CC മുകുന്ദൻ MLA പറഞ്ഞു. 3 മാസത്തിനുള്ളിൽ പാലം പണി പൂർത്തീകരിച്ച് തുറന്നുകൊടുത്തത് ചരിത്രപരമാണെന്നും MLA കൂട്ടിച്ചേർത്തു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ബസ് ഉടമ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ബസ്സിൽ കയറുന്നതിനിടെ കോളേജ് വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയ കണ്ടക്ടർ അറസ്റ്റിൽ. തൃപ്രയാർ അഴീക്കോട് റൂട്ടിലോടുന്ന ഷാജി ബസ്സിലെ കണ്ടക്ടർ SN പുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ കൊട്ടേക്കാട് വീട്ടിൽ അനീഷാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. തിങ്കളാഴ്ച രാവിലെ 9ഓടെയാണ് സംഭവം. നാട്ടിയ ഫിഷറീസ് സ്കൂളിന് സമീപത്തുള്ള സ്റ്റോപ്പിൽ നിന്ന് ബസിന്റെ മുൻവശത്തെ വാതിലിലൂടെ കയറുമ്പോൾ കണ്ടക്ടർ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നു. ബസ് പോലീസ് പിടിച്ചെടുത്തു. അനീഷ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം ചെയ്ത കേസിലും ലഹളയുണ്ടാക്കാൻ ശ്രമിച്ച കേസിലും മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച കേസിലും പ്രതിയാണ്. റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ, സബ് ഇൻസ്പെക്ടർ എബിൻ, GSPOമാരായ റഷീദ്, സന്ദീപ്, ശ്യാം എന്നിവരാണ് അറസ്റ്റ് ചെയ്തത്. സമൂഹത്തിന്റെ നാനാതുറകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ചാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ അധ്യക്ഷൻ CP രാഘവന് സ്മാരകമൊരുങ്ങുന്നു. പഴുവിൽ വെസ്റ്റ് CP നഗറിൽ നിർമ്മാണം പൂർത്തീകരിച്ച CP രാഘവൻ സ്മാരക കലാ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 10:30 അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിക്കും. സമിതി പ്രസിഡന്റായിരുന്ന അന്തരിച്ച കോഴിപ്പറമ്പിൽ രാമുവിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഹാൾ അസീസിയ ഗ്രൂപ്പ് ചെയർമാൻ PA അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്യും.
മുൻകാല സമിതി പ്രവർത്തകരെ ചടങ്ങിൽ ആദരിക്കും. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെ പ്രദേശത്തെ കലാകായിക പ്രവർത്തകർ പരിപാടികൾ അവതരിപ്പിക്കും. CP രാഘവന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു സ്മാരക മന്ദിരം നിർമ്മിക്കണമെന്ന ലക്ഷ്യത്തോടെ 38 വർഷങ്ങൾക്ക് മുമ്പാണ് അന്നത്തെ കൂട്ടായ്മ CP നഗറിൽ പൊതുജന പങ്കാളിത്തത്തോടെ 10 സെന്റ് സ്ഥലം വാങ്ങിയത്. പിന്നീട് പല ആലോചനകളും മന്ദിരം നിർമ്മിക്കുന്നതിനെ പറ്റി നടന്നെങ്കിലും ലക്ഷ്യത്തിൽ എത്താനായില്ല. 2022 ചുമതലയേറ്റ 15-അംഗ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 25 ലക്ഷം രൂപ ചെലവഴിച്ച് സ്മാരക മന്ദിരം യാഥാർത്ഥ്യമായത്. 200 പേർക്ക് ഇരിക്കാവുന്ന ഹാളും വലിയ സ്റ്റേജും അനുബന്ധ സാമഗ്രികളും പൊതുജനങ്ങൾക്ക് ഈ മന്ദിരത്തിലൂടെ ലഭ്യമാകും. കലാ സാംസ്കാരിക കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സൗജന്യമായും ആഘോഷ പരിപാടികൾക്ക് നാമമാത്രമായ തുക ഈടാക്കിയും ഹാൾ വിട്ടു നൽകുമെന്ന് സമിതി പ്രസിഡന്റ് CK രാജൻ, വൈസ് പ്രസിഡന്റ് സജിത് പണ്ടാരിക്കൽ, സെക്രട്ടറി PA ദേവിദാസ്, ജോയിന്റ് സെക്രട്ടറി NN ജോഷി, ട്രഷറർ അശോകൻ കാരണത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരിഞ്ഞനം കൊറ്റംകുളത്ത് ക്ഷേത്രത്തിൽ മോഷണം. 1 പവൻ സ്വർണ്ണത്താലിയും ഭണ്ണാരങ്ങളും കവർന്നു. കൊറ്റംകുളം പടിഞ്ഞാറ് ചൂരക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ശ്രീകോവിൽ കുത്തിത്തുറന്ന് 2 ദേവിമാരുടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന 1 പവനോളം തൂക്കം വരുന്ന 2 സ്വർണ്ണത്താലിയും ഓഫീസ് മുറി കുത്തിത്തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6 ചെറിയ ഭണ്ണാരങ്ങളും കവർന്നു. ചൊവ്വാഴ്ച രാവിലെ 8:15 ക്ഷേത്രം ഭാരവാഹി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തിടപ്പള്ളിയും സ്റ്റോർ റൂമും കുത്തിത്തുറന്ന നിലയിലാണ്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നാട്ടിക 1-ാം വാർഡിലെ തകർന്ന റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ BJP വാർഡ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. BJP നാട്ടിക നിയോജകമണ്ഡലം സെക്രട്ടറി രശ്മി ഷിജോ ഉദ്ഘാടനം ചെയ്തു. വിദേശ ടൂറിസ്റ്റുകളും തീരദേശവാസികളും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഈ പ്രധാന റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്ന് BJP 1-ാം വാർഡ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് തോപ്പിൽ അധ്യക്ഷനായി. BJP പഞ്ചായത്ത് പ്രസിഡന്റ് PV സെന്തിൽകുമാർ, രഞ്ജിത്ത്, സോജൻ പുളിക്കൽ, സനോജ് ശ്രീജിത്ത്, സാബു നാട്ടിക, രാജു, പ്രവീൺ UD എന്നിവർ പ്രതിഷേധ ധർണയ്ക്ക് നേതൃത്വം നൽകി. ഇടതുപക്ഷം ഭരിക്കുന്ന ഈ ഒരു ഭരണസമിതി അല്ലെങ്കിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ശോചനീയമായി കിടക്കുന്ന പള്ളം ബീച്ച് റോഡിന് റിസോർട്ടുകൾ 3 റിസോർട്ടുകൾ ഉള്ള ഈ റോഡിന് ഇപ്പോഴും MLA ഫണ്ട് പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും പാസ്സായിട്ടുണ്ട് എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കുന്നു, ജനങ്ങളെ ബോധിപ്പിക്കുന്നു, പ്രദേശവാസികളെ ബോധിപ്പിക്കുന്നു. ഇന്ന് ചെയ്യും നാളെ ചെയ്യുമെന്ന് പ്രതീക്ഷയാൽ ജനങ്ങൾ ഇരിക്കുന്നു. പക്ഷേ ഇത്രയും ദിവസമായി ഭരണസമിതി ഇറങ്ങാൻ ഇനി ഏകദേശം ദിവസങ്ങൾ അല്ലെങ്കിൽ 90 ദിവസമോ അതിന് താഴെയോ മാത്രം ഉള്ള ഈ സാഹചര്യത്തിൽ പോലും ഇപ്പോഴും ഈ റിസോർട്ടുകൾ ഉള്ള ഈ റോഡ് ഇപ്പോഴും ശരിയാക്കാനായിട്ട് ഭരണസമിതിക്കോ മെമ്പർക്കോ സാധിച്ചിട്ടില്ല. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. തൃത്തല്ലൂർ ഒസാൻമുക്കിലെ പാണ്ടില എന്ന നാമത്തിൽ അറിയപ്പെടുന്ന പുരാതന കുടുംബമായ നാലകത്ത് വെളൂരിയിൽ കുഞ്ഞാത്തുവിൻ്റെ തലമുറയിലുള്ളവർ ചേർന്ന് പാണ്ടില കുടുംബസംഗമം സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് വാടാനപ്പള്ളിയിൽ നടത്തിയ ചടങ്ങ് ഇബ്രാഹിം കുട്ടി തൂമാട്ട് ഉദ്ഘാടനം ചെയ്തു.
AMM നൂറുദ്ദീൻ അധ്യക്ഷനായി. മുതിർന്ന കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ഉമ്മർ മാസ്റ്റർ, നൌഫൽ, മുഹമ്മദ് കുട്ടി, അബ്ദുറഹിമാൻ കുട്ടി, ഫാത്തിമ ഫക്രു, സുഹറ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ജമീല, നാദിറ, പൂമോൾ, സിനി, ഫാത്തിമ ബി, സക്കീന, ബസിരിയ, സക്കിയ, ബഷീറ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. എന്തായാലും ഇപ്പോഴെങ്കിലും അതിന് അവസരം ഉണ്ടായത് അള്ളാഹുവിനെ സ്തുതിക്കുന്നു. എല്ലാവരോടും ഇതിന് പങ്കെടുക്കാൻ സന്നിഹിതരായതിന് നന്ദി പറയുകയും ചെയ്യും. പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇന്ന് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ, ഞാനൊക്കെ ചെറുപ്പമായിരിക്കുന്ന കാലത്ത് ഒരു വലിയ തറവാട്, ആ തറവാട്ടിൽ അങ്ങനെ എല്ലാം ആ തറവാട്ടിൽ തന്നെയാണ് ഒരുപാട് കാലം ജീവിക്കുന്നത്. അപ്പോൾ പരസ്പരം കാണാനും അവരൊന്നിച്ചുള്ള ജീവിതമാണ്. ആ ജീവിതം കൊണ്ട് നമുക്കുണ്ടായിരുന്ന നേട്ടം എന്തായിരുന്നു എന്ന് വെച്ചാൽ എപ്പോഴും നമുക്കൊരു നമ്മുടെ കാരണവന്മാരുടെ സാന്നിധ്യവും മറ്റുള്ളവരോട് വളരെ സഹകരിച്ച് ജീവിക്കാനുള്ള ഒരു പ്രചോദനവും നമുക്ക് അതിൽ നിന്ന് കിട്ടിയിരുന്നു. തൃപ്പയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പഠിച്ചിറങ്ങിയ SFI പ്രവർത്തകരുടെ കൂട്ടായ്മ നക്ഷത്ര ചുവപ്പിൽ ശ്രീരാമ ശനിയാഴ്ച തൃപ്പയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കും. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, DYFI നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി KH സുൽത്താൻ, SFI സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ജോത്സിന, SFI ഏരിയ സെക്രട്ടറി അലോക് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് AB ഷിബിൻ അധ്യക്ഷനാവും. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2 മണി മുതൽ അതുൽ നറുകര നയിക്കുന്ന സംഗീത പരിപാടിയും അരങ്ങേറും. SFI പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് AB ഷിബിൻ, സെക്രട്ടറി NM റിജേഷ്, കൃഷ്ണപ്രസാദ് നായ്ക്കൽ, അമീർ TA എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീരാമ പോളിടെക്നിക് എന്ന പ്രിയദർശിനി ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. രാവിലെ 10 മണിക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യും. മുമ്പ് പഠിച്ചിറങ്ങിയ SFIക്കാരും ഇപ്പോൾ പഠിച്ചിറങ്ങിയ SFIക്കാരും കൂടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ ഇടതുപക്ഷത്തിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കൂട്ടായ്മ രൂപീകരിച്ചതും. പിന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ശ്രീരാമയിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ ശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി ശാസ്ത്രമേള സംഘടിപ്പിച്ചു. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ ഊർജ്ജതന്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഗണിതം എന്നീ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലായിരുന്നു മേള. പ്രതിഭാധനരായ കുട്ടി ശാസ്ത്രജ്ഞരെ പ്രോത്സാഹിപ്പിക്കുകയും കുട്ടികളിലെ ക്രിയാത്മകവും സർഗാത്മകവുമായ കഴിവുകളെ കണ്ടെത്താനും ഉപജില്ലാ, ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുവാനും ഈ മേള സഹായിച്ചതായി സംഘാടകർ പറഞ്ഞു. കിഴിപ്പിളിക്കര ശ്രീനാരായണകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പുതിയതായി പണികഴിപ്പിച്ച ശ്രീഭദ്ര മണ്ഡപം സമർപ്പിച്ചു. ക്ഷേത്രം തന്ത്രിമാരായ തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാണ്ടിന്റെയും പരമേശ്വരൻ നമ്പൂതിരിപ്പാണ്ടിന്റെയും ക്ഷേത്രം മേൽശാന്തി പായ്ക്കാട്ട് മനക്കൽ സനിൽ നമ്പൂതിരിപ്പാണ്ടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ഇന്ത്യയുടെ ഗ്രീൻ ഹീറോ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച മലയാളിയും ഗുജറാത്തിൽ ബിസിനസ്സുകാരനായ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ സമർപ്പണം നിർവഹിച്ചു. ഒരു ക്ഷേത്രം നടക്കണമെങ്കിൽ ആ ക്ഷേത്രത്തിന് ഭക്തന്മാർ വേണമെന്നാണ് പറയുന്നത്. ഭഗവാൻ അണുരേണു തൃണകാഷ്ടത്തിലും വസിക്കുന്നവനാണ്. ഓരോ കല്ലിൻ്റെ ചെറിയൊരു പൊയ്യൽ സൈസ് ഉള്ള അതിൽപോലും ഭഗവാന്റെ ശക്തിയുണ്ട്. ഓരോ വൃക്ഷത്തിൻ്റെ വേരിലും ഫലത്തിലും ഇലയിലും ഭഗവാന്റെ ശക്തി, ഓരോ ജീവജാലത്തിലും ഭഗവാന്റെ ശക്തി. ആത്മനെ പരമാത്മ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്ഷേത്രം ഉണ്ടാക്കി ആ ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാ സാധനത്തിൽ നിന്ന് കാശ് കൊടുത്താലേ കിട്ടുള്ളൂ. ഒരു തിരി വാങ്ങണമെങ്കിൽ കാശ് കൊടുക്കണം. ധനമില്ലാതെ എന്തും ചെയ്യാൻ പറ്റില്ല. അപ്പം ആ ധനം എന്ത് വരുമാനമായിരിക്കും ക്ഷേത്രത്തിന്? അത് ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തന്മാരായിരിക്കണം. അതുപോലെയാണ് പറഞ്ഞത്, ഭക്തന്മാരാണ് ഒരു ക്ഷേത്രത്തിന് ഐശ്വര്യം. അത് ഭക്തിയോട് വരുന്ന ഭക്തന്മാരായിരിക്കണം. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് കുന്നംപിള്ളി നന്ദകുമാർ, സെക്രട്ടറി വൈക്കത്ത് മാധവൻ നായർ, ട്രഷറർ മേനാത്ത് ഉണ്ണികൃഷ്ണൻ, താന്യം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ CL ജോയ്, ഷൈനി ബാലകൃഷ്ണൻ, മിനി ജോസ്,
സതി ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മണ്ഡപം സമർപ്പണ ശേഷം മുഖ്യാതിഥി ജപ്പാനിലെ മിയാവാക്കി വനവൽക്കരണ രീതി ഇന്ത്യയിൽ 24 സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി വിശദീകരിച്ചു. ആദ്യകാല ഭരണസമിതി അംഗങ്ങളായ ശിവദാസൻ നായർ വൈക്കത്ത്, സുകുമാരൻ നായർ വൈക്കത്ത്, രാമചന്ദ്രൻ ചക്രത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അറക്കൽ രാമചന്ദ്രൻ, ഗിരിജൻ വൈക്കത്ത്, മോഹനൻ ചക്രത്ത്, രവീന്ദ്രനാഥ് മുക്കാപ്പിള്ളി, കോയാവൂർ വടക്കൂട്ട് രാമകൃഷ്ണൻ, രാജേഷ് ആർ നായർ, കൃഷ്ണകുമാർ ചക്രത്ത്, ഉഷ സദാശിവൻ വൈക്കത്ത്, സരള ചക്രത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്ര. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. തൃപ്രയാർ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് നേരെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരന്റെ അതിക്രമത്തിൽ BJP പ്രതിഷേധിച്ചു. നാട്ടിക പഞ്ചായത്ത് അംഗവും BJP നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റുമായ PV സെന്തിൽകുമാറിനെതിരെയാണ് അതിക്രമമുണ്ടായത്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി സുഹൃത്തിനോടും മകളോടുമൊപ്പം ദർശനത്തിനെത്തിയ സെന്തിൽകുമാറിനെ ക്ഷേത്രനടയിൽ വെച്ച് അകാരണമായി തള്ളുകയും കാണിക്ക അർപ്പിക്കാൻ സമ്മതിക്കാതെ കൈപിടിച്ച് തിരിക്കുകയും ചെയ്തെന്നാണ് പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് നടന്ന യോഗം BJP ജില്ലാ സെക്രട്ടറി EP ഹരീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റും 2ാം വാർഡ് മെമ്പറും കൂടിയായിട്ടുള്ള സെന്തിലിനെ ചൂണ്ടല് ബാബു എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ പിടിച്ച് തള്ളുകയും ക്ഷേത്ര നടക്കിൽ കൈപിടിച്ച് ഭണ്ണാരത്തിൽ കാണിക്ക ഇടാൻ പോലും സമ്മതിക്കാതെ തള്ളി മാറ്റുക ഉണ്ടായിട്ടുള്ള സംഭവത്തിൻ്റെ പ്രതിഷേധമാണ് ഞങ്ങളിവിടെ ഇന്ന് നടത്തുന്നത്. നമ്മൾ മാനേജറോട് നമ്മൾ പരാതി പറഞ്ഞിട്ടുണ്ട്. മലപ്പാട് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഭക്തജനങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ 10 മണിക്കൂറും 12 മണിക്കൂറും ഒക്കെ ആയിട്ട് ക്യൂ നിൽക്കുന്ന ഭക്തജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയും കൂടി ഞങ്ങളിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. 10 മണിക്കൂർ ക്യൂ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട യാതൊരുവിധ സൗകര്യം പോലും ഒരുക്കാൻ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ തയ്യാറാവുന്നില്ല. ക്ഷേത്രത്തിൻ്റെ ജീവനക്കാരിൽ നിന്ന് പോലും
അതിനുള്ള അഭിപ്രായങ്ങൾ വന്നിട്ട് ഇതിൻ്റെ ക്ഷേത്ര നടത്തിപ്പുകാർ യാതൊരു വക സൗകര്യങ്ങളും കൊടുക്കുന്നില്ല എന്നുള്ളൊരു വേദന കൂടി ഞങ്ങളിവിടെ പങ്കുവയ്ക്കുകയാണ്. BJP ഭാരവാഹികളായ ഷൈൻ നെടിയിരിപ്പിൽ, TG രതീഷ്, ലാൽ ഊണുങ്ങൽ ഉണ്ണിമോൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഷ് ഇയാനി, ശ്രീകുട്ടൻ, അംബിക ടീച്ചർ, ജ്യോതിദാസ്, ജയരാമൻ, AV സത്യരാജ്, ആഘോഷ് എന്നിവർ സംസാരിച്ചു. ഭക്തരോട് ആക്രോശത്തോടുകൂടി പെരുമാറുകയും ബഹളം വയ്ക്കുന്നതിനാലും ഭക്തർക്ക് സമാധാനമായി പ്രാർത്ഥിക്കാനുള്ള സാഹചര്യമില്ലെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. പ്രശ്നമുണ്ടാക്കിയ സെക്യൂരിറ്റി ജീവനക്കാരനെ ശ്രീകോവിലിന് മുൻപിൽ നിന്ന് മാറ്റുവാൻ മാനേജർ തയ്യാറാകണമെന്നും BJP ആവശ്യപ്പെട്ടു. ഭയങ്കര സൗണ്ടിലാണ് ആൾക്കാർ ഷൗട്ട് ചെയ്ത് വിടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ തള്ളിയത്. എന്നെ തള്ളിയപ്പോൾ ഞാൻ പറഞ്ഞു തള്ളല്ലേ, തള്ളാണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ ഇച്ചിടെ മാറി കുറേ നേരമായി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ തള്ളി. ഞാൻ പറഞ്ഞു കാശ് ഇടാനുണ്ട്, കാശിട്ടിട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൈ രണ്ട് പിടിച്ചിട്ട് ആൾ പറഞ്ഞു കാശ് ഇടാൻ സമ്മതിക്കില്ല. കുറേ നേരം അവിടെ പിടിച്ച് ഇങ്ങനെ കൈ നിർത്തി. അതിനുശേഷം വേറൊരു അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ അല്ല അവിടുത്തെ ഒരു സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാശ് ഇടാനാണെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞതിന് ശേഷമാണ് ആളെന്നെ കൈ വിട്ടതും എനിക്ക് ഭണ്ണാരത്തിൽ കാശ് ഇടാൻ സമ്മതിച്ചതും. വാടാനപ്പള്ളി പോലീസ് ടീമിന് BLS ആങ്ങണ്ടിയൂരിന്റെ ആദരം. സമയോചിതമായ ഇടപെടലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പോലീസ് ടീമംഗങ്ങളെ BLS അനുമോദിച്ചു. വാടാനപ്പള്ളി SHO NB ഷൈജു, സിവിൽ പോലീസ് ഓഫീസർമാരായ സൗമ്യ, ഫിറോസ്, ജോർജ്, ബാസ്റ്റിൻ, ശ്യാം എന്നിവരെയാണ് ആദരിച്ചത്. യോഗത്തിൽ BLS പ്രസിഡന്റ് OK പ്രൈസൻ അധ്യക്ഷത വഹിച്ചു. മനോജ് തച്ചപ്പുള്ളി, അനിൽകുമാർ പണിക്കശ്ശേരി, സത്യ കാമൻ, സുധിൻ തച്ചപ്പുള്ളി, രാജൻ കാണത്ത്, സോമൻ കളത്തിൽ, ഷൺമുഖൻ പണിക്കശ്ശേരി, ബാബു കൊണ്ടർപ്പശ്ശേരി, രമേശ് കാക്കനാട്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കറക്റ്റ് സഡൻ ആക്ഷൻ എടുത്തുകൊണ്ട് ആ പോലീസ് ടീമിനെ ഷൈജു സാറിൻ്റെ നേതൃത്വത്തിൽ ആ പ്രദേശത്തുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വാതിൽ തുറന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്, വീഡിയോയിലൂടെ കണ്ടതാണ്. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അദ്ദേഹം തൂങ്ങിക്കല്ല സാറേ തൂങ്ങി നിൽക്കുന്ന നേരത്തെ ചെയ്ത് CPR ഒക്കെ കൊടുത്ത് രക്ഷിച്ച ആ ഒരു സംഭവം പോലീസ് സേനയ്ക്ക് തന്നെ അഭിമാനമാണ്. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ 1500 പോലീസ് സ്റ്റേഷനുണ്ട്. ഒരു 55,000 പോലീസ് ഉണ്ടെങ്കിലും എല്ലാ പോലീസുകാരും വർക്ക് ചെയ്യുന്നു, എല്ലാ പോലീസുകാരും കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പക്ഷേ ഡു എ ലിറ്റിൽ വർക്ക് എക്സ്ട്രാ ഒരു വർക്ക് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ പോലീസ് എക്സ്ട്രാ ഓർഡിനറി ആവണം. മണലൂർ സെന്റ് തെരേസാസ് UP വിദ്യാലയത്തിൽ പരീക്ഷണ ജാലകം എന്ന പേരിൽ വിവിധ പരീക്ഷണങ്ങളെ ഉൾപ്പെടുത്തി പരിപാടി സംഘടിപ്പിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാനി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ വിന്നി അധ്യക്ഷത വഹിച്ചു. ഓരോ വിദ്യാർത്ഥിയും ഒരു പരീക്ഷണം തയ്യാറാക്കി അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ഡെനീഷ് ജോസ്, MPTA പ്രസിഡന്റ് KP പ്രവീണ, സിസ്റ്റർ ജസ്റ്റീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് പരീക്ഷണ ജാലകത്തിന്റെ പ്രദർശനവും ഉണ്ടായിരുന്നു. ഇരുവൃക്കകളും തകരാറിലായ യുവതി ചികിത്സാ സഹായം തേടുന്നു. വാടാനപ്പള്ളി ബീച്ചിൽ താമസിക്കുന്ന മത്സ്യവിതരണ തൊഴിലാളിയായ കുഞ്ഞുമോന്റെ 4 പെൺമക്കളിൽ മൂത്ത മകളായ 27 വയസ്സുള്ള മഞ്ജുവാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായം തേടുന്നത്. 25 ലക്ഷം രൂപയാണ് ചിലവ് പറഞ്ഞിട്ടുള്ളത്. അതിലിപ്പോൾ അംസ വീട് കിട്ടിയതിന് ശേഷം ഒരു 4 ലക്ഷം രൂപ അടുത്ത് നമുക്കിത് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് പോരാ. ഒരുപാട് ഗ്രൂപ്പിലേക്കും ഒരുപാട് സഹകരണങ്ങൾ ഒരുപാട് പ്രവാസികളെ നിന്നും നാട്ടുകാരായി നിന്നൊക്കെ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാ ഭാഗത്തേക്കും ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾക്ക് നല്ലൊരു സംഖ്യ ഇതിനു വേണ്ടി കിട്ടേണ്ടതുണ്ട്. അപ്പോൾ 2 മാസം ഡേറ്റ് ഉണ്ടല്ലേ, അടുത്ത മാസം നമുക്ക് ഓപ്പറേഷൻ വെച്ചിട്ടുള്ളത് കോഴിക്കോടാണ്. അതിൽ എല്ലാവരും ഇതിനു വേണ്ടി സഹകരിക്കുക. ഏതെല്ലാം വഴികളിലൂടെ കാര്യം മുന്നോട്ട് കൊണ്ടുപോവുക. യാതൊരു രീതിയിലും ഇതിനെ നിരാശപ്പെടുത്തി കളയരുത്. ഇതൊരു ജീവൻ്റെ കാര്യമാണ്. 27 വയസ്സ് മാത്രം ഒരു പെൺകുട്ടിയാണ്, ഒരു ചെറിയ കുട്ടി മാത്രമാണ്. ആ പുതിയൊരു ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കാൻ എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടെ മുന്നിട്ടിറങ്ങണമെന്ന് ഈ കുടുംബത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള മഞ്ജുവിന് പിതാവ് കുഞ്ഞുമോന്റെ കിഡ്നിയാണ് മാറ്റിവെക്കുന്നത്. എന്നാൽ 2 പേരുടെ ഓപ്പറേഷനും കിഡ്നി മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കും ഏകദേശം 25 ലക്ഷം രൂപ ചെലവ് വരും. എത്രയും വേഗം ഓപ്പറേഷൻ നടത്തുന്നതിന് ഭീമമായ തുക കണ്ടെത്തേണ്ടതുണ്ട്. നിത്യച്ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട കുഞ്ഞുമോന്റെ നിർധന കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ തുക. സുമനസ്സുകളുടെ സഹായത്തിനായി അഭ്യർത്ഥിക്കുകയാണ് മഞ്ജുവിൻ്റെ കുടുംബം. എൻ്റെ മോൾക്ക് കിഡ്നിയുമായി ബന്ധപ്പെട്ട് ഒരു 5 വർഷമായി ചികിത്സ. അപ്പോൾ 8 മാസമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുള്ളത്. അവിടെ കിഡ്നി മാറ്റിവെക്കണം എന്നാണ് നിർബന്ധം പറയുന്നത്. അപ്പോൾ കിഡ്നി ഞാനാണ് കൊടുക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് റിവ്യൂ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 1.5 മാസം
മുന്നേ റിസ്ക് ഹംസ നമ്മളെ സുഹൃത്തിനെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിച്ച് ഒരു 4 ലക്ഷം ഉറുപ്പിക വന്ന് അതിൽ ഒരു 1.5 ലക്ഷം ഉറുപ്പിക നമുക്ക് ടെസ്റ്റും കാര്യങ്ങളും ഡോക്ടറൊക്കെ ആയിട്ട് ചിലവായിട്ടുണ്ട്. ഒരു 2 ജില്ല 2.5 ലക്ഷത്തോളം കയ്യിലുണ്ട്. ഇനി നമുക്ക് 10-20 ലക്ഷം രൂപ വേണം നമുക്ക്. അതിനിപ്പോൾ എല്ലാവരും ഒരു സഹായങ്ങളുണ്ടാവും. സഹായിക്കാൻ സന്മനസ്സുള്ളവർ സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ട് നമ്പറിലോ ഗൂഗിൾ പേ നമ്പറിലോ സഹായം നൽകാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പുനർനിർമ്മിച്ച ചിറക്കൽ പാലം നാടിന് സമർപ്പിച്ചു. നാട്ടികയിൽ വെച്ച് വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയ ബസ് കണ്ടക്ടർ അറസ്റ്റിൽ. പെരിഞ്ഞനം കൊറ്റംകുളത്ത് ക്ഷേത്രത്തിൽ മോഷണം, 1 പവൻ സ്വർണത്താലിയും ഭണ്ണാരങ്ങളും കവർന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.